പീപ്പിൾ എക്സ്ക്ലൂസീവ് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെ കെഎസ്ആർടിസിക്ക് പ്രതിദിനം കോടികളുടെ നഷ്ടം. റിസർവേഷൻ നിരക്കുകൾ പൂർണ്ണമായും പോകുന്നത് ബുക്കിംഗ് കമ്പനിക്ക്. ഇതിലൂടെ പ്രതിദിനം 1 ലക്ഷം രൂപയാണ് നഷ്ടം. കൂടാതെ അവിട്ടം ദിനത്തിൽ സെർവർ തകരാറിലായതിനെ തുടർന്ന് കെഎസ്ആർടിസിക്ക് 10 ലക്ഷം രൂപയാണ് നഷ്ടമുണ്ടായത്. കെഎസ്ആർടിസി എംഡിയുടെ മകന്റെ ബിനാമിയാണ് കമ്പനി നടത്തുന്നത്. കെഎസ്ആർടിസിയുടെ നടുപൊടിക്കുന്ന നടപടിയാണ് മാനേജ്മെന്റിന്റേത്. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെ പ്രതിദിനം 1 ലക്ഷം രൂപയുടെ നഷ്ടമാണ് കെഎസ്ആർടിസിക്കുണ്ടാകുന്നത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ കമ്പനിക്കാണ് ഓൺലൈൻ ബുക്കിംഗ് വെബ്സൈറ്റിന്റെ ചുമതല. സാരഥി എന്ന പഴയ ഓൺലൈൻ കമ്പനിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കമ്പനി മാറ്റിയത്. ഒരു ടിക്കറ്റ് റിസർവ് ചെയ്യുന്നതിന് 20 മുതൽ 30 രൂപ വരെയാണ് കെഎസ്ആർടിസി ഈടാക്കുന്നത്. ഈ പണം പൂർണ്ണമായും പോകുന്നത് ബുക്കിംഗ് കമ്പനിക്കും. ഒരു ദിവസം കെഎസ്ആർടിസിയുടെ 30 റിസർവേഷൻ കൗണ്ടറുകൾ മുഖേന 5000 ടിക്കറ്റുകളാണ് ബുക്ക് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു ദിവസം ശരാശരി 1 ലക്ഷം രൂപയോളം കമ്പനിക്ക് ലഭിക്കുന്നു. നേരത്തെ ഈ വിഹിതം കെഎസ്ആർടിസിക്കാണ് ലഭിച്ചിരുന്നത്. 5 വർഷത്തേക്കാണ് നിലവിലെ കമ്പനിക്ക് കരാർ നൽകിയിരിക്കുന്നത്. കൂടാതെ ദീർഘദൂര സർവീസുകളിൽ ഹ്രസ്വദൂര റിസർവേഷൻ അനുവദിച്ചതും കെഎസ്ആർടിസിയുടെ വരുമാനം നഷ്ടമാക്കി. ഇതിനു പുറമെയാണ് അവിട്ടം ദിനത്തിൽ സെർവർ തകരാറിലായതിനെ തുടർന്ന് ബുക്കിംഗ് തടസ്സപ്പെട്ടത്. ഒരു ദിവസം 10 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇതിലൂടെ കെഎസ്ആർടിസിക്കുണ്ടായത്. സ്വകാര്യ ബസ് സർവീസിനെ സഹായിക്കാനാണ് ഈ നീക്കം എന്നാണ് പരാതി. വെബ്സൈറ്റിന്റെ സെർവർ ഉൾപ്പെടെ ബംഗളൂരുവിലായതുകൊണ്ട് ഇതിന്റെ സൂക്ഷ്മ പരിശോധന പോലും നടക്കുന്നില്ല. കെഎസ്ആർടിസി എംഡിയുടെ മകന്റെ ബിനാമിയാണ് കമ്പനി നടത്തുന്നത് എന്നതിനാലാണ് പരിശോധന നടക്കാത്തതെന്നാണ് ആക്ഷേപം. എസ് ഷീജ, തിരുവനന്തപുരം. ഇപ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി ഷീജ തന്നെ ചേരുന്നു. ഷീജ, കെഎസ്ആർടിസി ദിനം പ്രതി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന നിലവിളി ഉയരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു വരുമാന മാർഗമായേക്കാവുന്ന ഓൺലൈൻ സംവിധാനം ഇത്തരത്തിൽ അധപ്പതിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയത്? സോമിത്, അത് തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ചും ഓൺലൈൻ റിസർവേഷൻ, കെഎസ്ആർടിസിയുടെ ഓൺലൈൻ റിസർവേഷൻ മുഖേന വലിയ നഷ്ടം തന്നെയാണ് ദിനംപ്രതി കെഎസ്ആർടിസിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും 1.5 വർഷമായിട്ടേ ഉള്ളൂ ഈ ഒരു പുതിയ കമ്പനിക്ക് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിന്റെ ഈ പുതിയ കമ്പനി ഏറ്റെടുത്തിട്ട്. അതിനു മുൻപ് സാരഥി എന്ന് പറയുന്ന ഒരു കമ്പനിയായിരുന്നു ഇതിന്റെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ കാര്യക്ഷമമല്ല ഈ ഓൺലൈന്റെ പ്രവർത്തനം, ആ കമ്പനിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് പുതിയ കമ്പനിക്ക് ഇതിന്റെ നടത്തിപ്പ് ചുമതല നൽകിയത്. എന്നാൽ ഈ കമ്പനിയുടെ പേര് വിവരമോ ഒന്നും തന്നെ ലഭ്യമല്ല. പകരം ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് എന്ന് മാത്രമാണ് ഇതേക്കുറിച്ച് അറിയുന്നത്. ഇതിന്റെ സെർവർ ഉൾപ്പെടെയുള്ളവ ബംഗളൂരുവിലായതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരു മേൽനോട്ട സംവിധാനം, കൃത്യമായ ഒരു മേൽനോട്ട സംവിധാനമില്ല. അതോടൊപ്പം തന്നെ റിസർവേഷൻ നിരക്കുകൾ പൂർണ്ണമായും ഒരു ടിക്കറ്റിന് 20 രൂപ മുതൽ 50 രൂപ വരെ റിസർവേഷൻ നിരക്കുകളായി ഈടാക്കുന്നു എന്നാണ് നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായും പോകുന്നത് ഈ കമ്പനിക്കാണ്. അതുകൊണ്ട് തന്നെ ദിനംപ്രതി നേരത്തെ ഉള്ള ഓൺലൈൻ റിസർവേഷൻ സംവിധാന പ്രകാരം ഇതിന്റെ ഒരു വിഹിതം കെഎസ്ആർടിസിക്ക് ലഭിച്ചിരുന്നു. ഇത് പൂർണ്ണമായും ഇവിടെ കെഎസ്ആർടിസിക്ക് ഇല്ലാതാവുകയാണ്. ഇതിലൂടെ ദിനംപ്രതി അത്തരത്തിലുള്ള നഷ്ടവും വലിയത് തന്നെയാണ് കെഎസ്ആർടിസിക്ക്. മറ്റൊന്നാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദീർഘദൂര സർവീസുകളിൽ ഹ്രസ്വദൂരത്തിന് വേണ്ടി ടിക്കറ്റുകൾ അനുവദിക്കുന്നത്. ഉദാഹരണത്തിന് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെയുള്ള ടിക്കറ്റുകൾ അനുവദിക്കുന്നത് അതിന്റെ ബംഗളൂരു വരെ പോകുന്ന ദീർഘദൂര സർവീസുകളെ സാരമായി ബാധിക്കുന്നു എന്നും കെഎസ്ആർടിസി വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഷീജ, സ്വാഭാവികമായും കെഎസ്ആർടിസി ബസ്സുകളിൽ ഇത്തരത്തിൽ റിസർവേഷൻ സംവിധാനം കൂടുതലായി ഉപയോഗപ്പെടുത്തുന്നത് ദീർഘദൂര സർവീസുകൾക്ക് വേണ്ടിയിട്ടാണ്. ഇത്തരത്തിൽ സെർവർ തകരാറ് മൂലമൊക്കെ വലിയ തരത്തിലുള്ള ഒരു നഷ്ടം കെഎസ്ആർടിസിക്ക് സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇല്ല. ഇപ്പോൾ ഷീജ പറഞ്ഞതുപോലെ തന്നെ കെഎസ്ആർടിസി എംഡിയുടെ മകന്റെ ബിനാമിയാണ് ഈ ഒരു സ്വകാര്യ ഓൺലൈൻ ബുക്കിംഗ് കമ്പനി നടത്തുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് വേണ്ട വിധത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുമില്ല. ഇനി ഗവൺമെന്റ് തലത്തിലാണ് ഇത്തരത്തിലൊരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകേണ്ടത്, അങ്ങനെയല്ലേ? തീർച്ചയായും സോമി, അങ്ങനെ തന്നെയാണ്. സർക്കാർ തലത്തിൽ ഇതിൽ ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകാത്ത പക്ഷം വലിയ നഷ്ടത്തിലേക്ക് തന്നെയാകും കെഎസ്ആർടിസി പോകുക എന്നുള്ളതിൽ സംശയമില്ല. നമുക്കറിയാം, വലിയ നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന കെഎസ്ആർടിസിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, അതിന്റെ നഷ്ടത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടി ഓരോ നടപടികളും സർക്കാർ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കെഎസ്ആർടിസിയെ തള്ളിവിട്ടുകൊണ്ടുള്ള നടപടി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതിൽ സർക്കാർ തലത്തിൽ ഒരു
അടിയന്തര ഇടപെടൽ തന്നെയാണ് ആവശ്യം. അല്ലാത്ത പക്ഷം KSRTC കൂടുതൽ നഷ്ടത്തിലാവുകയും അത് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് പോകും എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ KSRTCയിലെ ജീവനക്കാർക്ക് വരെ അറിയാവുന്നതാണ്. എന്നാൽ ഇതൊന്നും മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതിൽ കാര്യക്ഷമമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ചും ഇത്തരത്തിൽ അവിട്ടം ദിനത്തിൽ ഓണത്തിന് വലിയ തിരക്കായിരുന്നു KSRTCയുടെ ദീർഘദൂര സർവീസുകളിൽ അനുഭവപ്പെട്ടിരുന്നത്. ഇതിൽ അവിട്ടം ദിനത്തിൽ മാത്രം ഇത്തരത്തിൽ സെർവർ തകരാറ് കാരണം 10 ലക്ഷം രൂപയോളമാണ് KSRTCക്ക് നഷ്ടമുണ്ടായത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോഴും പൂർണ്ണമായ തോതിൽ അതിന്റെ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനം പൂർണ്ണമായ രീതിയിൽ പുനഃസ്ഥാപിച്ചു എന്ന് പറയാൻ സാധിക്കില്ല. 2 ദിവസമായി ചില ഘട്ടങ്ങളിൽ വീണ്ടും സെർവർ തകരാറ് കാണിക്കുന്നുണ്ട്. ഇത് വലിയ തോതിൽ ഒരു ആക്ഷേപം ഉയരുന്നത് സ്വകാര്യ ദീർഘദൂര സർവീസുകളെ സഹായിക്കാൻ വേണ്ടിയൊരു നിലപാട് കൂടിയാണ് ഇത് എന്നാണ് വലിയ തോതിൽ ആക്ഷേപവും ഉയരുന്നത്. സോമി, ഇപ്പോൾ ഷീജ ദയവായി തുടരുക. ഇപ്പോൾ KK ദിവാകരൻ KSRTC CA2 എംപ്ലോയീസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ KK ദിവാകരൻ, ഇവിടെ KSRTCയുടെ നഷ്ടം എന്ന് പറയുന്നത് ദിനം പ്രതി ചർച്ചയാവുന്നതാണ്. ദിനം പ്രതി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്നുള്ള തരത്തിലുള്ള നിലവിളികൾ ഉയരുമ്പോഴാണ് ഇത്തരത്തിൽ KSRTCയുടെ ഒരു വരുമാന മാർഗമായേക്കാവുന്ന ഓൺലൈൻ സംവിധാനം ഇത്തരത്തിൽ അധപ്പതിക്കുന്നത്. അതായത് ഓൺലൈൻ സംവിധാനം വഴി ലഭിക്കുന്ന ഒരു ടിക്കറ്റ് ബുക്കിംഗ് വഴി ലഭിക്കുന്ന ആ ചാർജ് സ്വകാര്യ കമ്പനിക്കാണ് മുഴുവനായും പോകുന്നത്. അത് KSRTCക്ക് വരുമാനമായി ലഭ്യമാകുന്നില്ല. എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് താങ്കൾ? ഈ കാര്യം KSRTC എംപ്ലോയീസ് അസോസിയേഷനും അതുപോലെ തന്നെ മറ്റ് പല സംഘടനകളും ഗവൺമെന്റിന്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചാണ്. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചാണ്. പക്ഷെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്നേ അവരെ ആരും നടപടിയെടുത്തിട്ടില്ല. ഇപ്പൊ തന്നെ KSRTCയുടെ ശരാശരി വരുമാനം ഒരു ദിവസം എന്ന് പറയുന്നത് 5 കോടി 10 ലക്ഷമാണ്. പക്ഷേ 2,93,00,000 രൂപ കടം തിരിച്ചടവിന് വേണ്ടിയിട്ടും അതേപോലെ 2,90,00,000 രൂപ ഡീസൽ അടക്കമുള്ള സാധനങ്ങൾ. ദയവായി ക്ഷമിക്കുക, താങ്കളുടെ ടെലിഫോൺ ലൈൻ ക്ലിയർ ആകുന്നില്ല. ഇത്തരത്തിൽ ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെ KSRTCക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ ഷീജ റിപ്പോർട്ട് ചെയ്തത്. ഇത്തരത്തിൽ റിസർവേഷൻ നിരക്കുകൾ പൂർണ്ണമായും പോകുന്നത് ഓൺലൈൻ ബുക്കിംഗ് കമ്പനിക്കാണ്. ഏതാണ്ട് 30 റിസർവേഷൻ കൗണ്ടറുകളിലാണ് ഇത്തരത്തിൽ ടിക്കറ്റുകൾ ദിവസം തോറും ബുക്ക് ചെയ്യപ്പെടുന്നത്. ഇതുവഴി 20 മുതൽ 50 രൂപ വരെയാണ് ഓരോ ബുക്കിംഗ് ചാർജായി ഈടാക്കുമ്പോഴും ഈ അധിക ചാർജ് ബുക്കിംഗ് ചാർജ് ഒരിക്കലും KSRTCക്ക് ലഭ്യമാകുന്നില്ല. ഇത് സ്വകാര്യ കമ്പനിയിലേക്ക് പോകുന്നു. ദിനം പ്രതി KSRTC നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും മുറവിളികളും ഉയരുമ്പോഴാണ് ഇത്തരത്തിൽ KSRTCക്ക് അതൊരു വരുമാന മാർഗമാക്കാൻ സാധിക്കാതെ വരുന്നത്. KK ദിവാകരൻ വീണ്ടും ചേരുന്നു. താങ്കൾക്ക് തുടരാം. 2,93,00,000 രൂപ കടം തിരിച്ചടവിന് വേണം. 2,90,00,000 രൂപ പ്രതിദിനം ഡീസലിന്റെ ആയിട്ട് അതിന് കൊടുക്കേണ്ടി വരും. ആകെ ഉള്ള വരുമാനം എന്ന് പറയുന്നത് 5,10,00,000 5,20,00,000 താഴെയാണ്. ഇപ്പോൾ തന്നെ പ്രതിദിനം വലിയ നഷ്ടത്തെയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള അഴിമതികൾ നടക്കുന്നത്. ഈ കാര്യങ്ങൾ ഞങ്ങൾ മുൻ സർക്കാരിന്റെ ശ്രദ്ധയിലും അതുപോലെ തന്നെ ഇപ്പോ തുടർച്ചയായി മാനേജ്മെന്റിന്റെ ശ്രദ്ധയിലും ഉൾപ്പെടുത്തിയതാണ്. ഇതിന് പുറമെ തന്നെ റിസർവേഷന്റെ കാര്യത്തിൽ നോക്കൂ, ബാക്കിയുള്ള എല്ലാ റിസർവേഷനും സ്വകാര്യ ബസ്സുകളുടെ എല്ലാ റിസർവേഷൻ അല്ലാതെ തന്നെ കർണാടക ട്രാൻസ്പോർട്ടിന്റെ റിസർവേഷൻ പേരെങ്കിലും ഇപ്പൊ എറണാകുളത്താണെങ്കിൽ എറണാകുളം ബാംഗ്ലൂർ ആ തരത്തിലാണ് റിസർവേഷൻ പോകുന്നതെങ്കിൽ ഇവിടെ എറണാകുളം പാലക്കാട് എറണാകുളം കോയമ്പത്തൂർ ഇങ്ങനെ റിസർവേഷൻ ആകെ നിറയ്ക്കുകയാണ്. അതുകൊണ്ട് യാത്രക്കാർക്ക് റിസർവ് ചെയ്ത് മര്യാദയ്ക്ക് പോകാൻ കഴിയുന്നില്ല. ദൂരങ്ങളിലേക്കാണ് പലപ്പോഴും റിസർവേഷൻ നടത്തുന്നത്. ഇതെല്ലാം ഇതിന്റെ പിന്നിലെല്ലാം വലിയൊരു പ്ലാനുണ്ട്, വലിയ ഒരു ഗൂഢാലോചനയാണ് ഇതിന്റെ പിന്നിലുള്ളത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ദീർഘദൂര സർവീസുകൾക്ക് പകരം ഹ്രസ്വദൂര സർവീസുകൾക്ക് ഇത്തരത്തിൽ റിസർവേഷൻ സംവിധാനങ്ങൾ ഒരുക്കി ഈ ഒരു സംവിധാനത്തെ തകർക്കുന്നത് സ്വകാര്യ ബസ്സുകളെ സഹായിക്കാനാണെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട്. ആ ആക്ഷേപമുണ്ട്, ഇപ്പോഴും ആക്ഷേപമുണ്ട്. ഈ ആക്ഷേപമൊന്നും പരിഹരിക്കാൻ യാതൊരു നടപടി എടുക്കുന്നില്ല. KSRTCക്ക് ഇപ്പൊ KSRTC തന്നെ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ ഇതുവരെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം നിരവധി തവണ പറഞ്ഞതാണ്. എന്തായാലും ഈ മാനേജ്മെന്റ് വലിയൊരു മാറ്റം ഇക്കാര്യത്തിൽ വരുത്താതെ, ഇത്തരം നയങ്ങളിൽ മാറ്റം വരുത്താതെ KSRTC രക്ഷപ്പെടുത്താൻ കഴിയില്ല. തൊഴിലാളികൾ എല്ലാം ഈ സ്ഥാപനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ത്യാഗം ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അതേസമയത്ത് മാനേജ്മെന്റ് ഇത്തരത്തിൽ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി ഈ സ്ഥാപനത്തെ അടിയറ വെക്കുന്ന സമീപനമാണ് എടുക്കുന്നത്. അതിൽ മാറ്റം വരുത്താതെ ഒരു ഇഞ്ച് KSRTC മുന്നോട്ട് പോകാൻ കഴിയില്ല.
ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ മാസങ്ങൾക്കകത്ത് ഈ സ്ഥാപനം അടച്ചുപൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കോടിക്കണക്കിന് രൂപ ഇപ്പൊ തന്നെ ഓൺ അഡ്വാൻസ് ആണെങ്കിലും പെൻഷൻ ആണെങ്കിലും ശമ്പളമാണെങ്കിലും എല്ലാം വലിയ തുക കടം വാങ്ങിച്ചുകൊണ്ടാണ് ഇത് എത്ര കാലമെങ്കിലും പോകാൻ കഴിയും. ഇപ്പൊ ചുമരിനോട് അടുപ്പിച്ച് നമ്മൾ നിൽക്കുകയാണ്, ഇനി അപ്പുറത്തേക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പൊ KSRTC നിൽക്കുന്നത്. ഈ ചുമരോട് ഇടിച്ചു നിൽക്കുന്ന ഈ ഇത് മാറ്റാൻ കിട്ടണമെങ്കിൽ മാനേജ്മെന്റിന്റെ നയങ്ങളിൽ ഇത്തരത്തിലെടുക്കുന്ന സമീപനങ്ങളിൽ വലിയ മാറ്റം വരുത്തണം. അതിന്റെ ഗവൺമെന്റിന്റെ അടിയന്തരമായ ഇടപെടൽ ഇല്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. തൊഴിലാളികൾ വിശ്വാസത്തിലെടുക്കണം. തൊഴിലാളികൾ ഇത് നിരവധി പ്രാവശ്യമായി KSRTC എംപ്ലോയീസ് അസോസിയേഷൻ ഈ വിഷയം അവതരിപ്പിച്ചിട്ട് 7 മാസമായി. ഇന്നേ വരെ അതിന്റെ മുകളിൽ യാതൊരു നടപടികളും എടുത്തിട്ടില്ല. അതാണ് പ്രധാനപ്പെട്ട ഞങ്ങളുടെ പരാതി ഇക്കാര്യത്തിൽ. അല്ല, ഇവിടെ നമ്മുടെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ ബുക്കിംഗ് സംവിധാന കമ്പനി എന്ന് പറയുന്നത് ബാംഗ്ലൂർ അടിസ്ഥാനമാക്കിയുള്ളതാണ്. മാത്രവുമല്ല KSRTC ദയവായി തുടരുക ശ്രീ കെ ദിവാകരൻ. ഇപ്പോൾ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഇവിടെ വളരെ ഗൗരവമായ ഒരു വിഷയമാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതായത് ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെ KSRTCക്ക് പ്രതിദിനം കോടികളുടെ നഷ്ടം വരുന്നു. അതായത് ഒരു ടിക്കറ്റിന് ഈടാക്കുന്ന ഈ തുക KSRTCക്ക് ലഭ്യമാകുന്നില്ല, അത് ബുക്കിംഗ് കമ്പനിക്കാണ് ലഭ്യമാകുന്നത്. വലിയ തരത്തിലുള്ള ഒരു വീഴ്ചയാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കൃത്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം ഇല്ലാത്തതിന്റെ നേർചിത്രം കൂടിയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ പ്രതികരണം? താങ്കളിലേക്ക് തിരിച്ചെത്താം. മിനിസ്റ്ററുടെ ടെലിഫോൺ ലൈനിലും ക്ലിയർ ആവുന്നില്ല. ഏതായാലും അദ്ദേഹത്തിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ KK ദിവാകരൻ വീണ്ടും ലൈനിൽ തുടരുന്നുണ്ടെന്ന്. KK ദിവാകരൻ, താങ്കൾക്ക് കേൾക്കാമോ? ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വളരെ ഒരു ഗൗരവമായ ഒരു വിഷയം കൂടിയുണ്ട്. ഇത്തരത്തിൽ KSRTC MDയുടെ മകന്റെ ബിനാമിയാണ് കമ്പനി നടത്തുന്നതെന്നുള്ള ഒരു ആരോപണം കൂടി ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടാകണമെന്ന് കരുതുന്നതിൽ അർത്ഥമില്ലല്ലോ. സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടല്ലാതെ യാതൊരു മാറ്റങ്ങളും വരുത്താൻ കഴിയില്ല. അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. സർക്കാർ അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെടണം. മുൻ സർക്കാർ മനഃപൂർവ്വം ഈ സ്ഥാപനത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്തതിൽ ഒന്നാണ് ഈ റിസർവേഷൻ സംവിധാനം. അപ്പൊ അതുകൊണ്ട് സർക്കാരിന്റെ ഇടപെടലില്ലാതെ ഇതിനകത്ത് ഒന്നും നടത്താൻ കഴിയില്ല. ആകെ ഒരു അഴിച്ചുപണി UDF സർക്കാർ നടത്തിയിരുന്ന നയത്തെ മാറ്റുന്നതിന് വേണ്ടി ആകെ ഒരു അഴിച്ചുപണി ഈ KSRTC അനിവാര്യമാണ്. അന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ തിരുത്തിക്കണം. റിസർവേഷൻ സംവിധാനത്തിൽ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ട് മന്ത്രി ഇതിനകം തന്നെ സംസാരിച്ചിട്ട് ഇക്കാര്യങ്ങൾ തിരുത്തുന്നതിന് വേണ്ടി നടപടികൾ അടിയന്തരമായി കൈക്കൊള്ളുമെന്ന് യൂണിയനുകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് നടത്താൻ കഴിയണമെങ്കിൽ മാനേജ്മെന്റിന് വലിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്, ഈ നയത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇപ്പൊ CMDയുടെ ബിനാമിയാണ് ഈ നടത്തുന്നത് എന്നൊരു ആരോപണം ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് അതിന്റെ യാഥാർത്ഥ്യങ്ങൾ അറിയില്ലെങ്കിൽ പോയി ഈ ആരോപണങ്ങൾ വളരെ നന്നായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തൊഴിലാളികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണത്. അതെല്ലാം അന്വേഷണത്തിന് വിധേയമാക്കണം. UDFന്റെ ഭരണകാലത്ത് KSRTC തകർക്കാൻ വേണ്ടി ഇതിനകത്ത് നടത്തിയ അഴിമതികളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷണം നടത്തണമെന്ന് വളരെയധികം നന്ദി ശ്രീ KK ദിവാകരൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ മിനിസ്റ്റർ വീണ്ടും ചേരുന്നു. മിനിസ്റ്റർ, ഈ വിഷയത്തിലെ താങ്കളുടെ പ്രതികരണം എങ്ങനെയാണ്? അല്ല, ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയത് ജനങ്ങൾക്ക് മെച്ചപ്പെട്ട സൗകര്യം KSRTCയിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ്. അത് നടപ്പിലാക്കിയ രീതിയും അതുമായി ബന്ധപ്പെട്ട് അരുതാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. അത് സംബന്ധിച്ച് അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. തീർച്ചയായും അത്തരം കാര്യങ്ങൾ അന്വേഷിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്നതാണ്. ഇവിടെ ജനങ്ങളുടെ സുഗമമായ യാത്രയ്ക്ക് വേണ്ടിയാണ് ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ പോലും ഇത്തരത്തിൽ റിസർവേഷൻ സംവിധാനങ്ങൾ കൂടുതലായും താറുമാറാക്കപ്പെടുന്നത് ഇവിടെയാണ്. കാരണം ദീർഘദൂര സർവീസുകൾക്കാണ് കൂടുതലായും ജനങ്ങൾ ഇത്തരത്തിൽ റിസർവേഷൻ സംവിധാനങ്ങളെ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഹ്രസ്വദൂര യാത്രകൾക്കും ഇത്തരത്തിൽ റിസർവേഷൻ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായി ദീർഘദൂര സർവീസുകളെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കേണ്ടി വരും. അവർക്ക് ചിലപ്പോൾ യാത്രയ്ക്കായി സീറ്റുകൾ കിട്ടാത്ത അവസ്ഥ വരും. അതൊക്കെ വലിയ തരത്തിൽ ബാധിക്കുന്നുണ്ടല്ലോ. അല്ല, ഓൺലൈൻ സമ്പ്രദായം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഉപദ്രവമായ സംവിധാനമല്ല.
ഓൺലൈൻ സംവിധാനത്തിലൂടെ ധാരാളം യാത്രക്കാർ അത് പ്രയോജനപ്പെടുത്തുകയും ബുക്ക് ചെയ്യുകയും സീറ്റുകൾ റിസർവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് ആ സംവിധാനം കുറ്റമറ്റ രീതിയിലാണോ നടക്കുന്നത് എന്ന സന്ദേഹവും ആ സംവിധാനം ഏർപ്പെടുത്തിയതിൽ അപാകതകളുണ്ടെന്നും അതിന്റെ പിന്നിൽ മറ്റു തരത്തിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതുമാണല്ലോ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം. ഓൺലൈൻ സംവിധാനം വേണ്ട എന്ന പ്രശ്നം എവിടെയും ഉയർന്നു വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ സംവിധാനം കുറ്റമറ്റതാക്കുക എന്നതാണ് ഒന്നാമത്തെ കടമ. രണ്ടാമത്തേത് അത് സംബന്ധിച്ച് അരുതാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ആക്ഷേപത്തിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കുക. അത്തരം കഴമ്പുള്ള കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെങ്കിൽ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ചെയ്യാനുള്ളത്. ഗവൺമെന്റ് ആ കാര്യത്തിൽ ജാഗ്രതയോടുകൂടി തന്നെ പ്രവർത്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നിലവിലുള്ള ഓൺലൈൻ ബുക്കിംഗ് കമ്പനി എന്ന് പറയുന്നത് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. ഇതിൽ കൃത്യമായ ഒരു മോണിറ്ററിംഗ് സംവിധാനം എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത്? ഇപ്പൊ ഈ ആശയം വന്നു, അത് പരിശോധിച്ചതിന് ശേഷമല്ലേ ഏതാണ് ശരിയായ നടപടി എന്ന് തീരുമാനിക്കുന്നത്. പരിശോധിക്കും മുമ്പേ ഇന്നതാണ് നടപടി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മുൻവിധിയോടുകൂടിയ തീരുമാനമാവുമല്ലോ. അതുകൊണ്ട് അത് വേണ്ട, ഈ കാര്യങ്ങൾ അന്വേഷിക്കുക. ഇപ്പൊ പിന്നെ CITയുടെ നേതാവ് പറഞ്ഞതുപോലെ സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക. ആ അന്വേഷണത്തിൽ നിന്നും മനസ്സിലാകുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അനന്തര നടപടികൾ സ്വീകരിക്കുക. അതാണല്ലോ ശരിയായ രീതി. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ശ്രീ AK ശശീന്ദ്രൻ, മിനിസ്റ്റർ ഞങ്ങളോട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഓൺലൈൻ ബുക്കിംഗ് സംവിധാനത്തിലൂടെ KSRTCക്ക് ഉണ്ടാകുന്ന ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ റിസർവേഷൻ നിരക്കുകൾ പൂർണ്ണമായും പോകുന്നത് ബുക്കിംഗ് കമ്പനിക്ക് ആണെന്നാണ് പറയപ്പെടുന്നത്. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു KSRTC CITU എംപ്ലോയീസ് അസോസിയേഷൻ വർക്കിംഗ് പ്രസിഡന്റ് KK ദിവാകരനും ഒപ്പം മിനിസ്റ്റർ AK ശശീന്ദ്രനും. ഷീജയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. മറ്റു വാർത്തയിലേക്ക് പോകുന്നു. കശ്മീരിലെ ബരാമുള്ള ഉറി സൈനികാസ്ഥാനത്ത് ഭീകരാക്രമണം. 2 സൈനികർ കൊല്ലപ്പെട്ടു. 4 ഭീകരരെ സൈന്യം വധിച്ചു. പുലർച്ചെ 5:30യോടെയാണ് ആക്രമണമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും മനു ശങ്കരൻ ചേരുന്നു. മനു, ഇപ്പോൾ 4 ഭീകരരെ സൈന്യം വധിച്ചു എന്ന ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? സ്വാമി, ഇന്ന് പുലർച്ചെ 5:30 ഉറി സെക്ടറിലെ സൈനിക കേന്ദ്രത്തിലേക്ക് ഭീകരാക്രമണം ഉണ്ടായത്. 4 അംഗ ഭീകരർ പുലർച്ചയോടുകൂടി സൈനിക കേന്ദ്രത്തിനകത്ത് പ്രവേശിക്കുകയായിരുന്നു. ഇതിനുശേഷം ഒരു ഭീകരൻ ചാവേറായി പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്നാൽ ഇതുവരെ സൈന്യം സ്ഥിരീകരിച്ചിട്ടുമില്ല. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ഏറ്റുമുട്ടലിനൊടുവിൽ 3 ഭീകരരെ കൂടി സൈന്യം വധിച്ചതായാണ് അറിയുന്നത്. നിലവിൽ ലഭിക്കുന്ന വിവരം, ഈ ചാവേർ സ്ഫോടനത്തിൽ നിലവിൽ 3 സൈനികർ കൊല്ലപ്പെട്ടതായ ഒരു വിവരമാണ് ലഭിക്കുന്നത്. 8 സൈനികർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റു എന്നൊരു വിവരം ലഭിക്കുന്നുണ്ട്. ഈ പരിക്കേറ്റ സൈനികരെ എല്ലാം ശ്രീനഗറിലെ നിലവിലെ സൈനിക ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 3 സൈനികരുടെ നില ഇപ്പോഴും അതീവ ഗുരുതരമായി തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഈ സൈനിക കേന്ദ്രത്തിനകത്തേക്ക് എങ്ങനെ ഭീകരർ എത്തി എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉന്നതതല അന്വേഷണത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ഉച്ചയ്ക്ക് 12:15 അദ്ദേഹത്തിന്റെ വസതിയിൽ തന്നെ ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട്. NSG DG അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ആഭ്യന്തര മന്ത്രാലയത്തിലെയും പ്രതിരോധ മന്ത്രാലയത്തിലെയും ഉന്നതതല ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുക്കും. ഈ ആക്രമണം നടന്ന മണിക്കൂറുകൾക്കകം തന്നെ 21st പാരാ ട്രൂപ്പിനെ കൂടി സ്ഥലത്തേക്ക് വിന്യസിച്ചിരുന്നു. ഇതിനുശേഷമാണ് ഈ ആക്രമണത്തിൽ ഭീകരരെ വധിക്കാനായി സാധിച്ചത് എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഈ പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് ശേഷം സൈനിക താവളങ്ങളിലെല്ലാം സുരക്ഷ കർശനമാക്കുമെന്നായിരുന്നു ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടോടുകൂടി ഇന്റലിജൻസ് ബ്യൂറോയുടെ തന്നെ ഒരു റിപ്പോർട്ട് മുന്നിലുണ്ടായിരുന്നു. ഇന്ത്യയിലെ എയർബേസ് സ്റ്റേഷനുകൾ മുൻനിർത്തി ഒരു ആക്രമണ സാധ്യത ഭീകരർ പദ്ധതിയിടുന്നതായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ സുരക്ഷ കർശനമാക്കണമെന്നൊരു നിർദ്ദേശവും മുന്നറിയിപ്പും നൽകിയിരുന്നു. ഇപ്രകാരം സുരക്ഷ കർശനമാക്കിയെന്ന് കൂടിയാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ 5:30 ഈ സൈനിക കേന്ദ്രത്തിനകത്തേക്ക് തന്നെ ഭീകരർ എത്തി ഇത്തരത്തിലൊരു ഭീകരാക്രമണം നടത്തുന്നത്. അതിനാൽ തന്നെ വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. സൈനിക താവളത്തിനകത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ ഭീകരർക്ക് സഹായം ലഭിക്കാതെ സൈനിക കേന്ദ്രത്തിനകത്തേക്ക് ഭീകരർക്ക് എത്താനാകുമോ എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഉന്നതതല അന്വേഷണത്തിനാണ് ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടിരിക്കുന്നത്. ഉച്ചയ്ക്ക് നടക്കുന്ന യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ചൊരു ഔദ്യോഗിക പ്രതികരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടി നടത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. സോമി, കശ്മീർ ബരാമുള്ളയിലെ ഉറി സൈനിക ബ്രിഗേഡ് ആസ്ഥാനത്തെ ഭീകരാക്രമണം 3 സൈനികർ മരിച്ചു, 4 ഭീകരരെ വധിച്ചു എന്ന വാർത്തകളാണ് ഏറ്റവും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മനുവാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തയിലേക്ക്. അമേരിക്കയിലെ മാൻഹട്ടന് സമീപമുള്ള ചെൽസിയിൽ സ്ഫോടനം. 25 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ
പ്രദേശത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ചവറ്റുകൂനയിൽ നിന്നാണ് പൊട്ടിത്തെറി ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് സർക്കാരിന്റെ ഭീകരവിരുദ്ധ സേന അന്വേഷണം ആരംഭിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി യോഗം രണ്ടാം ദിവസവും തുടരുന്നു. പാർട്ടി പ്ലീന തീരുമാനങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന ഘടകങ്ങളിലും നടപ്പിലാക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുക. കോഴിക്കോട് കോസ്മോ സ്പോർട്സിൽ നിർമ്മിച്ച ബാഡ്മിന്റൺ റാക്കറ്റ് ഗിന്നസ് വേൾഡിൽ ഇടം പിടിച്ചു. 18 മീറ്റർ ഉയരവും 6 മീറ്റർ വീതിയുമുള്ള റാക്കറ്റ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത് കാർട്ടൂണിസ്റ്റ് ദിലീപാണ്. 50 മണിക്കൂർ കൊണ്ടാണ് റാക്കറ്റ് നിർമ്മിച്ചത്. കോസ്മോ സ്പോർട്സിൽ നടന്ന ചടങ്ങിൽ MK രാഘവൻ MPയും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് TP ദാസനും പങ്കെടുത്തു. കോസ്മോ സ്പോർട്സ് ചെയർമാൻ AK നിഷാദ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ നിസാർ, നിഷാദ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. BJP നേതാക്കളുടെ സന്ദർശനത്തിന് ശേഷം കണ്ണൂർ കോടിയേരിയിൽ CPIM പ്രവർത്തകരുടെ വീടിന് നേരെ ആക്രമണം. CPIM ലോക്കൽ കമ്മിറ്റി അംഗം വിജേഷിന്റെയും നഗരസഭാ കൗൺസിലർ വിജയന്റെയും വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. BJP MPമാരുടെയും കുമ്മനം രാജശേഖരന്റെയും സംഘം കോടിയേരിയിലും കണ്ണൂരിലും സന്ദർശനം നടത്തിയതോടെയാണ് RSS ആക്രമണം ആരംഭിച്ചത്. CPIM ശക്തി കേന്ദ്രങ്ങളിൽ ബോധപൂർവം ആക്രമണം നടത്തുന്നുവെന്ന CPIM ആരോപണം ശരിവെക്കുന്നതായിരുന്നു ആക്രമണങ്ങൾ. പിണറായിയിലും പയ്യന്നൂരിലും നടത്തിയ ആക്രമണത്തിന് ശേഷം കോടിയേരിയിലും സംഘർഷാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് വീടുകൾക്കു നേരെ നടന്ന ആക്രമണത്തോടെയായിരുന്നു. ആക്രമണം നടത്തുമെന്ന പരസ്യമായ ആഹ്വാനമായിരുന്നു കുമ്മനത്തിന്റെ പ്രസ്താവന. ഈ രാജ്യത്ത് സമാധാനവും ശാന്തിയും നിലനിർത്താൻ, അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ ഇവിടെ ഭരണകൂടം തയ്യാറില്ലെങ്കിൽ BJP അവരുടേതായ മാർഗം തേടേണ്ടതായിട്ട് വരും. അതിനുശേഷമാണ് CPIM കോടിയേരി നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം KV വിജേഷിന്റെ വീടിന് നേരെ പട്ടാപ്പകൽ ബോംബേറും ആക്രമണവും നടത്തിയത്. CPIM അനുഭാവി MV രതീഷിന്റെ വീടിന് നേരെയും ആക്രമണം നടത്തി. ആക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീകളെയും കുട്ടികളെയും തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടിയേരിയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് കവിയരങ്ങ് സംഘടിപ്പിച്ചു. കവി ഏഴാച്ചേരി രാമചന്ദ്രൻ കഴിഞ്ഞ ദിവസത്തെ കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. P. നാരായണക്കുറുപ്പ്, PP രാമചന്ദ്രൻ, റഫീഖ് അഹമ്മദ്, P. രാമൻ, അൻവർ അലി, NP ചന്ദ്രശേഖരൻ, S. ജോസഫ്, അനിത തമ്പി, വിനോദ് വൈശാഖി, VS ബിന്ദു തുടങ്ങിയവർ കവിതകൾ ആലപിച്ചു. 5 ദിവസങ്ങളായി നടന്ന കവിയരങ്ങിൽ കേരളത്തിലെ 85 പ്രമുഖ കവികൾ പങ്കെടുത്തു. സംസ്ഥാനത്തെ വിപണികളിൽ വ്യാജ ദാഹശമനികൾ വ്യാപകമാകുന്നു. മരമില്ലുകളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പൊടിയും മരത്തൊലികളും കൃത്രിമ ചായങ്ങളും കലർത്തിയാണ് വിപണികളിൽ എത്തിക്കുന്നത്. വളരെ കുറഞ്ഞ വിലയിൽ ആരോഗ്യത്തിന് ഗുണകരമാണ് എന്ന നിലയിലാണ് ഇവ പലപ്പോഴും വിറ്റഴിക്കപ്പെടുന്നത്. സംസ്ഥാനത്ത് 250-ലധികം കമ്പനികളാണ് ദാഹശമനി വിപണന രംഗത്തുള്ളത്. വൻകിട ബ്രാൻഡുകളുടേതുൾപ്പെടെ പലതും വ്യാജന്മാരുമാണ്. മരമില്ലുകളിൽ നിന്നും പുറന്തള്ളുന്ന മരപ്പൊടികളും മരത്തൊലിയും കൃത്രിമ നിറങ്ങൾ ചേർത്ത് ദാഹശമനികളായി പുറത്തിറങ്ങുന്നുണ്ട്. ഇത്തരം പൊടികളിൽ കൃത്രിമ ചായങ്ങളും എസൻസുകളും സ്പ്രേ ചെയ്താണ് നിറം വരുത്തുന്നത്. ശുദ്ധമായ തണുത്ത വെള്ളത്തിൽ പോലും ഇവ കലരുന്നു. യഥാർത്ഥ കരിങ്ങാലി, പതിമുഖം ഇവയുടെ കാതലുകൾ ചൂടുവെള്ളത്തിൽ മാത്രമാണ് നിറം കലർത്തുന്നത്. യഥാർത്ഥ കരിങ്ങാലിക്കും പതിമുഖത്തിനും നല്ല വിലയുള്ളപ്പോൾ 10 രൂപ, 5 രൂപ നിരക്കിൽ കൃത്രിമ പൊടികൾ വിപണിയിലെത്തുകയാണ്. ദാഹശമനി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് നിറങ്ങളും മറ്റും ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം വൃക്ക രോഗികളും ക്യാൻസർ രോഗികളും ഉണ്ടാകുന്നത്. മിക്കവാറും ആൾക്കാർ രോഗികളാവുകയാണ്. അപ്പോൾ കാര്യമായ ഒരു അന്വേഷണം നടത്തി നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ആക്ഷൻ എടുത്തുകൊണ്ട് അതിനെ ശക്തമായി നേരിടണമെന്നാണ്. ആരോഗ്യത്തിന് ഗുണകരമായ പാനീയങ്ങൾ എന്ന നിലയിലാണ് ഇവ വിപണിയിലെത്തുന്നത്. കരളിനെയും വൃക്കകളെയും സുഷുമ്ന നാഡികളെയും അടക്കം ഗുരുതരമായി ബാധിക്കുന്ന നിറങ്ങൾ കലർത്തിയ ഇവ യഥാർത്ഥത്തിൽ നയിക്കുന്നത് ഗുരുതരമായ രോഗങ്ങളിലേക്കാണ്. തണുത്ത വെള്ളത്തിലിട്ട ഒരു ദാഹശമനിയുടെ അവസ്ഥയാണിത്. നിറമാകെ വെള്ളത്തിൽ കലർന്നിരിക്കുന്നു. ദാഹശമനി എന്ന പേരിൽ നാം ഉപയോഗിക്കുന്ന പല ഉൽപ്പന്നങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഈ രംഗത്തും കൃത്യമായ പരിശോധന ആവശ്യമായി വന്നിരിക്കുന്നു. ഇല്ലെങ്കിൽ ഇവ നമുക്ക് പ്രദാനം ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.